നമുക്കിന്നൊരു പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് പാവയ്ക്ക ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, ട്രാൻസ്പെറൻ്റ് എന്ന് കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ലൈസ് മൊത്തം ട്രാൻസ്പെറൻ്റായിട്ട് അരിയുക. അത് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് ബ്രൗൺ കളർ അല്ലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കിയിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഒന്നുകിൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ടിട്ട് ഇളക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നത് കണ്ടില്ലേ. എന്നിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈര്, ഞാനിപ്പോൾ ഇച്ചിരി ഏറെ പാവയ്ക്ക ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി ഏറെ തൈര് കൂടി ഇടുകയാണ്. ഓക്കെ, അപ്പോൾ തൈരൂടെ നമ്മൾ ആഡ് ചെയ്യണം. നല്ല കട്ട തൈരാണ്, അതുകൂടെ ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പാവയ്ക്ക അരിയുന്നതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ അരിഞ്ഞ് വറക്കാൻ ശ്രമിക്കണം. ഓക്കെ, എങ്കിലേ നമുക്ക് ആ എരി കിട്ടത്തുള്ളൂ, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഈ തൈരും പാവയ്ക്കയും കൂടെ വറുത്ത പാവയ്ക്കയും കൂടെ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഉപ്പിടുക. കണ്ടില്ലേ, ആ കൺസിസ്റ്റൻസി നോക്കിക്കേ. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഭയങ്കര ക്രീമി സാധനമാണിത്. ഇത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പാവയ്ക്കയുടെ കളറൊക്കെ ഇളകി നല്ല വേറൊരു കളർ, നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരും. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പാവയ്ക്ക കഴിക്കാത്തവർക്കൊക്കെ ഈ രീതി കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.